ആൾക്കാരെന്തു പറയും, അവരെന്ത് വിചാരിക്കും, ഈ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് പലരും അവരെ ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോ ഇന്ന് പുറത്തു പോകുമ്പോൾ ഒരു 4 പേര് പറയുന്ന കമന്റ് അല്ല റിയാലിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മളോട് പലരും നെഗറ്റീവ് ആയിരിക്കും പറയുന്നത്, നമ്മളെ കുറിച്ച് നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, യു ആർ നോട്ട് ഗുഡ് ഇനഫ് എന്നൊക്കെ ചിലർ പറയുമായിരിക്കും, ഇൻഡയറക്ട്ലി ഡയറക്ട്ലി. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ടഫ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആരാണെന്ന് ഒന്ന് താഴെ കമന്റ് ചെയ്തേക്ക്. ഇപ്പൊ എല്ലാം കൂടി എന്റെ പേര് കമന്റ് ചെയ്യും, അറിയാം, എങ്കിലും കുഴപ്പമില്ല. ഞാൻ ആരുടെയെങ്കിലും ഒക്കെ പേര് കമന്റ് ചെയ്യും. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളുടെ പേര്. എനിക്ക് ഇഷ്ടമില്ലാത്ത ലിസ്റ്റുകളിൽ പെട്ടിട്ടുള്ള ഒരുത്തനാണ് ഈ ഉണ്ണി വ്ളോഗ്സ്. ഞാൻ ഉള്ള കാര്യം പറയാനല്ല, നമുക്കിങ്ങനെ ഈ പുറമോടി കൊണ്ടുള്ള സംസാരമൊന്നുമില്ല. എനിക്ക് അവനെ കണ്ണെടുത്താൽ കണ്ടുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. ഇവന്റെ സിനിമ റിവ്യൂ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് പിടിക്കില്ല, ചൊറിഞ്ഞു വരും. എന്നെ പറച്ചില്ല പറയുന്നതെന്ന് എനിക്ക് തോന്നും. അവൻ ഇഷ്ടപ്പെടുന്ന സിനിമ എനിക്ക് ഇഷ്ടപ്പെടില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ അവനും ഇഷ്ടപ്പെടില്ല. ഞാൻ പണ്ടേ അതുകൊണ്ട് ഇവന്റെ റിവ്യൂ കാണുമ്പോഴേ എനിക്ക് ചൊറിഞ്ഞു വരും. പ്രത്യേകിച്ച് ഇവൻ ഏതൊക്കെയോ പടം ഇതുപോലെ കൊണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വല്ല കൂറ പടത്തിന് അടയെ പോണേ സ്പഷ്ട പടം എന്ന് വന്നിരുന്ന് പറയുന്നവനാണ് ഈ ഉണ്ണി വ്ളോഗ്സ്. അങ്ങനെ എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ നല്ല പടങ്ങൾ അവന്റെ കണ്ണിന് പിടിക്കത്തുമില്ല. വല്ല കൂറ പടങ്ങൾ വന്നിരുന്നിട്ട് നീ സൂപ്പർ പടമായിരുന്നു, എന്താ പറയാണ്ട് മറ്റേ ഗൂഗി എന്നൊക്കെ ഇരുന്ന് പറയുന്നതാണ്. സത്യമുള്ള കാര്യം പറയാം. അതുപോലെ പേളിമാണിയുടെ ഇന്റർവ്യൂ നോർമൽ ഇന്റർവ്യൂ ആണ്. കുറെ പേരൊക്കെ ഭയങ്കര സെറ്റപ്പ് ആണെന്നൊക്കെ പറയും. ഓക്കെയാണ്. പിന്നെ വേറൊരു കേസ് കേട്ടാ, ഈ ആങ്കറിങ് പരിപാടി അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ എടുക്കുക, ഒരാളെ ഫ്രണ്ടിൽ പിടിച്ചിരുത്തിയിട്ട് 10 ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമേ അല്ല. അത് അങ്ങനെ ആപ്പ കേസായിട്ടൊന്നും ചിന്തിക്കരുത്. അങ്ങനെ കാര്യമാണ് എന്നൊന്നും ചിന്തിക്കരുത്. ഒരു പ്രോഗ്രാം റൺ ചെയ്ത് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ റൺ ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് നിസ്സാരമേ അല്ല. ഒരാൾ നമ്മളടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് ഉത്തരം പറയുക എന്ന് പറയുന്നത് വീണ്ടും കുഴപ്പമില്ല, എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് പാടാണ്. പിന്നെ ഒരു പ്രോഗ്രാമൊക്കെ റൺ ചെയ്ത് കൊണ്ടുപോവുക, ഇതൊന്നും നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് പേളിമാണിയുടെ എഫർട്ട് എപ്പോഴും വേറെ ലെവല് തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പിന്നെ ഇന്റർവ്യൂ ചിലർ പറയുന്ന പോലെ ഭയങ്കര ഇന്റർവ്യൂ ആണ്, ഭയങ്കര എന്റർടൈനിങ് ആണ് എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. എന്നാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ കണ്ടൊക്കെ ഇരിക്കാറുണ്ട് ചില ഇന്റർവ്യൂസ്. എല്ലാ ഇന്റർവ്യൂ ഒന്നും ഇരുന്ന് കാണാറില്ല. എനിക്കിഷ്ടമുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഇന്റർവ്യൂ ഞാൻ കാണാറുണ്ട്. അങ്ങനെയൊക്കെ കാണാറുണ്ട്. എന്റർടൈനിങ് ആണ് എന്ന് വെച്ചിട്ട് ഈ പറയുന്ന പോലെ ഭയങ്കര പീക്ക് ലെവൽ അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സാധാരണ എല്ലാ ചാനലുകാരും ഒക്കെ എടുക്കുന്ന പോലെ ഒരു ഇന്റർവ്യൂ സെറ്റപ്പ്, പിന്നെ കുറച്ചുകൂടിയൊക്കെ ഒരു മെച്യൂരിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് കുറച്ചുകൂടിയൊക്കെ കൊള്ളൂലെന്നല്ല, കൊള്ളാം. പക്ഷെ നമ്മുടെ ഉണ്ണി വ്ളോഗ്സിന് ചൊരുക്ക് അതവിടെ ഇരിക്കട്ടെ. അവൻ അല്ലെങ്കിൽ ചൊരുക്ക് കുറച്ച് കൂടുതലാണ്. എന്നാൽ ഇവന്റെ വിമർശനം കേട്ട് കഴിഞ്ഞാൽ ഇവനെ 10 പറയാൻ തോന്നൂല. കാരണം അത്രയ്ക്ക് മാന്യനായിട്ട് പാവമായിട്ട് വന്നിരുന്നിട്ട് ഉള്ളുള്ളു വാവയെ പോലെ വന്നിരുന്നു സംസാരിക്കും. ഇത് കാണുമ്പോ പോട്ട് പുല്ല് ഇവനെ പറയണ്ട എന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷെ ഞാൻ വിടൂല, ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. നീ വലിയ നന്മവരം കളിക്കല്ലേ ഉണ്ണിക്കുട്ടന്റെ ചുക്കുട് പേര് വിട്ട് വെച്ചും കൊണ്ടിരുന്നുകൊണ്ട് അവൻ നന്മവരം കളിക്കുകയാണ്. പോട്ടെ, ഇതല്ലേ നിന്റെ ആദ്യത്തെ വീഡിയോയിലെ പറച്ചില്ല, നമുക്കൊന്ന് കേൾക്കാം. ആരൊക്കെയോ ഇവന് ഇന്റർവ്യൂ എന്തെന്ന് പേളിമാണിയുടെ വീഡിയോ അയച്ചു കൊടുത്ത്, എടാ എടുത്ത വീഡിയോ നട്ടലോടെ തുറന്നു പറയാനുള്ള ചങ്കൂറ്റെങ്കിലും കാണിക്കണ ഉണ്ണിക്കുട്ട. അല്ലെങ്കിൽ എനിക്ക് നിന്നെ കണ്ടുവിടാം. നിനക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ എനിക്ക് ഇഷ്ടപ്പെടില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ നിനക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോഴെന്തിനാ നോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഹലോ, ഹായ്, നമസ്കാരം. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ചും ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കുറിച്ചും ഇന്റർവ്യൂവേഴ്സിനെ കുറിച്ചും ഒക്കെ ഓരോ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു. അത് പേളിമാണിയുടെ ഇന്റർവ്യൂസിനെ കുറിച്ചും അതുപോലെ പേളിമാണിയുടെ വീഡിയോസിൽ വ്ളോഗ്സിൽ അവരുടെ കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുവരുന്ന സോഷ്യൽ മീഡിയയിൽ കുഞ്ഞുങ്ങൾക്ക് എക്സ്പോഷർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. അപ്പോൾ ഞാനും ആലോചിച്ചപ്പം സോഷ്യൽ മീഡിയയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് സംസാരിച്ചാലോ എന്ന് വിചാരിച്ച് പേളിമാണിയുടെ വീഡിയോസിലേക്ക് നമ്മൾ തിരിയുമ്പോൾ 3 പ്രശ്നങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഒന്ന്, നമ്മൾ ഫാമിലി വ്ളോഗ്സിനെ കുറിച്ച് ഒരു അനാലിസിസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കുറിച്ചൊക്കെ അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് വീഡിയോസ് കണ്ടു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പേളിമാണിയുടെ ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരല്ല. 2, ഇത് കണ്ടു തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുക അല്ലെങ്കിൽ അത് കണ്ടിരിക്കാൻ തോന്നുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് സംഭവിച്ചിട്ടില്ലായിരുന്നു. അതിപ്പോൾ ഇന്റർവ്യൂസ് ആണെങ്കിലും കുഞ്ഞുങ്ങളെ വീഡിയോസിലേക്ക് കൊണ്ടുവരുന്നതാണെങ്കിലും എതിർപ്പുകൾ അടക്കം കുറേ ഫാക്ടേഴ്സ് കൊണ്ട് അതൊരു കണ്ടിരിക്കബിൾ മെറ്റീരിയൽ ആയിട്ട് തോന്നിയില്ല. ഇത് ഭയങ്കര ടയറിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഞാനുണ്ട്, എൻ്റെ ടീമേറ്റ് ശ്രുതിയുണ്ട്. എന്നെക്കാൾ കൂടുതൽ ശ്രുതിയാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണേണ്ടി വരിക. ഞാനും ഇതിലെ പല കാര്യങ്ങളും ഇരുന്ന് കാണുക. ഇതൊരു ടയറിംഗ് പ്രോസസ്സാണ്. പേളിമാണിയുടെ ഇന്റർവ്യൂ അനാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര ഇന്റർവ്യൂസ് കണ്ടു നോക്കണം. അതിൽ പല ഇന്റർവ്യൂസിന്റെ ലെങ്ത് വരുന്ന ഒരു 1 hour അടുത്താണ്. അത്രയും നേരം കണ്ടിരിക്കാൻ ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്, എനിക്കതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഫീൽ ചെയ്തിട്ടില്ല. നിന്റെ കാര്യം മാത്രമാണെങ്കിൽ നീ ഒറ്റയ്ക്കിരുന്ന് കണ്ണാടി നോക്കി പറയടാ, അവന്റെ കാര്യം മാത്രമാണ് അവൻ പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ, നിന്റെ കാര്യത്തിലോട്ട് വരാൻ. അതിനു മുന്നേ ഈ കുട്ടികളെ കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട് നമ്മൾ മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ട്.
പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ നാളെ ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ അയ്യോ അമ്മേ എന്തിനാ എൻ്റെ ഇങ്ങനത്തെ വീഡിയോ എടുത്ത് നിങ്ങൾ പ്രദർശിപ്പിച്ചത്, ഞാൻ കരയുന്നതൊക്കെ നാണക്കേട്, എനിക്കിതാ സ്കൂളിൽ ഇപ്പോൾ കളിയാക്കലും പരിഹാസങ്ങളൊക്കെയാണ് കേൾക്കുന്നത്, എൻ്റെ കൊച്ചിലത്തെ വീഡിയോ കടന്ന് ഓടുന്ന സോഷ്യൽ മീഡിയയിൽ. ഇങ്ങനത്തെയൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് നാളെ കുട്ടികൾ നിങ്ങളുടെ അടുത്ത് പാരൻസിൻ്റെ അടുത്ത് തന്നെ തിരിച്ചു ചോദിക്കുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഫെയിലാവും. അല്ലെങ്കിൽ കുഴപ്പമില്ല. കുട്ടികൾ നാളെ തിരിച്ച് നിങ്ങളടുത്ത് ചോദിച്ചാൽ അമ്മ എന്തിനാണ്, അല്ലെങ്കിൽ അച്ഛ എന്തിനാണ് എൻ്റെ ഇങ്ങനത്തെ കൊച്ചിലത്തെ വീഡിയോസ് എടുത്ത് നാട്ടുകാരെ കാണിച്ചത്, ഇപ്പോൾ അത് സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കണം, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ അവിടെ ഫെയിലായെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് കുട്ടികളെ ആ ഒരു ട്രോമയിലോട്ട് കടത്തി വിടാതിരിക്കുക. പിന്നെ നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുട്ടികളെ പിന്നീട് കാണിക്കുക. വളർന്നൊക്കെ വരുന്ന സമയത്ത് ആടാ നീ കൊച്ചിലെ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് കാണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങളെ കുട്ടികളുടെ ഫോട്ടോ ഇട്ടെന്ന് വെച്ചിട്ട് നമുക്കൊന്നുമില്ല, നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാൻ അതിൽ കൂടുതലായിട്ട് എടുത്തു വെച്ച് പറയാൻ നിൽക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാളെ ആ കുട്ടികൾ തിരിച്ച് നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിലായി. അല്ലെങ്കിൽ കുഴപ്പമില്ല, ചെറുക്കട്ടെ. അപ്പൊ നമ്മുടെ വിഷയം അതല്ല. ഉണ്ണിയണ്ണൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂ 1 മണിക്കൂറോളം കൊണ്ട് കണ്ടിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനും സീരിയസിൽ അങ്ങനെ 1 മണിക്കൂറുള്ള ഇന്റർവ്യൂ ഒന്നും ഇരുന്ന് കാണത്തൊന്നുമില്ല. കുറേയൊക്കെ കാണും, പിന്നെ കുറേയൊക്കെ സ്കിപ്പ് അടിച്ച് കാണും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കണ്ടന്റ് ബേസിലൊക്കെ ഇരുന്ന് നോക്കുകയാണെങ്കിൽ ഫുള്ളൊക്കെ ഇരുന്ന് നോക്കും. അല്ലെങ്കിൽ ആ രീതിയിൽ കുറച്ചൊക്കെ കണ്ട് സ്കിപ്പ് ചെയ്ത് വിടും. ഞാൻ പറഞ്ഞില്ലേ, ഈ ഉണ്ണിയണ്ണൻ വന്നിരുന്ന് പറയുന്ന പോലെ ഒരു ഇന്റർവ്യൂ എടുക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. കുറേ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ഈ നമ്മുടെ പേളിയുടെ ഇന്റർവ്യൂലൊക്കെ വരുന്ന അത്യാവശ്യം നല്ല സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ പീക്ക് ലെവലിലിരിക്കുന്ന നടന്മാർ നടികാരൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവരടുത്ത് ചോദിക്കുന്ന ആപ്പ മറ്റേ വെറൈറ്റി മീഡിയയിലുള്ള പോലത്തെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. കുറച്ചുകൂടിയൊക്കെ ആയിരിക്കും. പിന്നെ കുറച്ച് ഫൺ എലമെന്റ്സും കയറ്റാറുണ്ട്. കുറേയൊക്കെ കണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും, നമ്മൾ ക്ലോസ് ചെയ്തിട്ട് പോകും. അത് വേറെ കാര്യം, അത് വിട്. അപ്പോൾ ഇന്റർവ്യൂ നമ്മുടെ ഉണ്ണിക്കുട്ടന് പിടിക്കുന്നില്ല. ഓക്കെ, ഉണ്ണിക്കുട്ടനും പിടിച്ചില്ല. പക്ഷെ അത് തുറന്ന് പറയടാ. ചുമ്മാ നിന്നിട്ട് അതിങ്ങനെ അനലൈസ് ചെയ്തപ്പോൾ എൻ്റെ ടീംമേറ്റ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഈ ഒരു വർത്തമാനം എന്നാ 20 നീ എടുത്തിട്ട് എനിക്ക് പിടികിട്ടിയില്ല. വല്ലതുണ്ടെങ്കിൽ നേരെ പോ, നേരെ പറയടാ. ചങ്കുറപ്പോടെ ചങ്കൂറ്റത്തോടെ പറയടാ. അല്ലാണ്ട് വന്നിരുന്ന് കണ കൂക്കി സംബന്ധിച്ച് പേളി മാണിയുടെ ലൈഫിൻ്റെ ഒരു വലിയ പങ്കും സോഷ്യൽ മീഡിയയിൽ അവർ ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അവരുടെ യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പേളി മാണിയുടെ ലൈഫ് നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ള പേളി മാണിയോട് അവർ ചോദിച്ച ചോദ്യം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമന്റ്സ് അഫക്ട് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. അതിന് പേളി മാണി കൊടുത്ത മറുപടി, അതിൻ്റെ ഞെട്ടൽ ഈ നിമിഷം വരെയും എനിക്ക് മാറിയിട്ടില്ല. പേളി മാണിക്ക് നെഗറ്റീവ് കമന്റ്സേ വരാറില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് പേളി പറഞ്ഞത്. ഇത് കേട്ട് അവിടെ ഇരുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ടിവിയിലും പ്രസ്സിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഞെട്ടിപ്പോവായിരുന്നു. ഞാനും ഞെട്ടി. കാരണം നമ്മുടെ ചാനലിന് ഏതാണ്ട് 4.5 ലക്ഷത്തിൽ താഴെ മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. പേളി മാണിയുടെ യൂട്യൂബ് ചാനൽ എங்கേയോ പോയിരിക്കും എന്ന് പറയുന്ന പോലെ അത്രയും സബ്സ്ക്രൈബർ ബേസ് അവർക്കുണ്ട്. അതുപോലെ അവരുടെ വീഡിയോസിന് മില്യൺ കണക്കിനാണ് വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു രീതിയൊക്കെ വെച്ചുകൊണ്ട് ഏത് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ പറയേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ പേളി മാണിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ പേളി മാണിയോട് വിമർശനങ്ങൾ അറിയിക്കാനും ആളുകൾ എത്തേണ്ടതാണ്. പക്ഷേ അവിടെ ഇരുന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എന്നെയും ഞെട്ടിച്ചുകൊണ്ട് പേളി മാണി പറയുന്നു പേളി മാണിക്ക് നെഗറ്റീവ് കമന്റ്സ് വരാറില്ല എന്നുള്ളത്. പക്ഷേ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും മറ്റും കുറച്ച് ആളുകൾ കുറേ മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പേളി മാണിയുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നു, ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ നെഗറ്റീവ് കമൻറ്റ്സ് വരാത്തൊരു യൂട്യൂബ് ചാനൽ പേളി മാണി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് എനിക്കൊരു അത്ഭുതമായിരുന്നു. രണ്ടാമത്തെ കാര്യം, പേളി മാണിയുടെ കമൻറ്റ് ബോക്സ്, അതായത് ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പേളി മാണിക്ക് ഒരു ടീം ഇല്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും എന്നെ വളരെയധികം ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഈ ചാനലിൻ്റെ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് യൂട്യൂബ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഫീച്ചറുണ്ട്. അതായത് ചില കീവേഡ്സ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു തെറി വാക്ക് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരില്ല. യൂട്യൂബ് തന്നെ അത് ഹൈഡ് ചെയ്യും. യൂട്യൂബിന് ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ട്, ഇന്ന വാക്കുകൾ മോശം വാക്കുകളാണ്, അത് ടൈപ്പ് ചെയ്യാൻ പാടില്ല എന്ന്. അതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വാക്കുകളുണ്ട്. ഇത് കൂടാതെ എൻ്റെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇന്ന കീവേഡ്സ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഹൈഡ് ചെയ്യണം എന്ന് യൂട്യൂബിന് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ സെറ്റ് ഓഫ് വാക്കുകൾ എന്ന് വെച്ചാൽ വലിയ സെറ്റ് ഓഫ് വാക്കുകൾ. ചില ആൾക്കാർ വളരെ ബുദ്ധിമാന്മാരാട്ടോ, ഒരു തെറിയൊക്കെ ടൈപ്പ് ചെയ്തിട്ട് അതിന് ഹൈഡായി പോയാലോ എന്ന് വെച്ച് തെറിയുടെ ഇടയിലൊക്കെ ഡോട്ട് ഇട്ട് വെക്കും. അപ്പോൾ തെറി പറഞ്ഞൊന്നും ആവും, ഇത് ചാനലിൽ നിന്ന് ഹൈഡാവില്ല. അതടക്കം ഞാൻ കുത്തിയിരുന്ന് ഹൈഡ് ചെയ്ത് എൻ്റെ ടീമേറ്റ് ശ്രുതിയുണ്ട്. ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ഫിൽറ്റർ ചെയ്ത് വളരെ മോശം വാക്കുകളെ നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. അതിനുശേഷം ഒരു വീഡിയോ പോസ്റ്റ് ആയി കഴിയുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ആദ്യം ഫിൽറ്റർ ചെയ്യുന്നത് ശ്രുതിയാണ്. കമൻറ്റുകൾ വായിച്ച് ശ്രുതി അനുഭവിക്കുന്ന മാനസിക വിഷമം എത്രത്തോളമാണ് എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പറ്റും. കാരണം ശ്രുതി മാനേജ് ചെയ്യുന്നതിന് മുമ്പ് ഈ കമൻറ്റ് ബോക്സ് ഒക്കെ ഞാൻ കാണുകയും ഇപ്പോൾ ഓക്കെ. അപ്പൊ അളിയൻ പറഞ്ഞു വന്നത് അളിയന് ഭൂരിപക്ഷം വരുന്നത് തെറിവിളിയും തെറിക്കമന്റും ആണെന്ന്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? കയ്യിലിരിപ്പാണ്, വേറെ ഒന്നുമല്ല. ഇവിടെ കമന്റ് വരാറുണ്ട്. ഞാൻ ഇന്നേ വരെ ഒരു ഹൈഡോ അല്ലെങ്കിൽ കമന്റ് റിമൂവോ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യാത്തെന്തെന്നറിയാമോ? വിളിക്കുന്നവരെ വിളിയിടാ, പോകുന്നവര് പോടാ. എൻ്റെ ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കണം. എൻ്റെ പൊന്നിടാവിയെ തെറിവിളിയുടെ ഒരു ഘോഷയാത്രയാണ് അവിടെ നടക്കുന്നത്. വിളിക്കുന്നവര് വിളിക്കടാ, പോടാ, എനിക്കൊരു കുഴപ്പമില്ല, ഈ ഒരു മൈൻഡിലാണ് ഞാൻ പോകുന്നത്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് നിൽക്കുമ്പോൾ ആ മൈൻഡ് ആയിരിക്കണം. അല്ലാണ്ട് 10 കമന്റ് കണ്ടെന്ന് പറഞ്ഞ് വേർക്കാനും പേടിക്കാനും നിന്ന് കഴിഞ്ഞാൽ
അതത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ കട്ടക്ക് ചങ്കുറപ്പോടെ നില്ലടാ പേളി. പിന്നെ പേളി പറഞ്ഞതുപോലെ പേളിക്ക് നെഗറ്റീവ് കമന്റേ വരാറില്ല. പച്ചക്കള്ള, പച്ചക്കള്ള. കാരണം ഇനിയിപ്പോൾ വേറെ ഒന്നും വേണ്ട. ഈ ഒരു കമന്റ് ബോക്സിൽ തന്നെ പേളിക്കെതിരെ ഒരു കമന്റെങ്കിലും ചിലപ്പോൾ കാണും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഒരു 1000 പേരെങ്കിലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിലൊരു കമന്റെങ്കിലും ചിലപ്പോൾ പേളിക്ക് അഗെയിൻസ്റ്റ് കാണും. എന്നാൽ പേളിയുടെ ചാനലിൽ ആ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന കമന്റുകൾ റിമൂവ് ചെയ്യപ്പെടും. അതാണ് സംഭവം. അല്ലാതെ വേറെ ഒന്നുമില്ല. അതൊക്കെ ചുമ്മാ തള്ളാണ്. എനിക്കെതിരെ നെഗറ്റീവേ വരില്ല, ഞാൻ വലിയ സംഭവമാണ്, ഒന്നുമില്ല, ഒരു തേങ്ങയില്ല, നെഗറ്റീവ് ഒക്കെ വരും. അങ്ങനെ തള്ളി മറിക്കാന്നും വേണ്ട. എൻ്റെ കമന്റ് ബോക്സ് ഒക്കെ കാണണം. ഒരാഴ്ചത്തേക്ക് പിന്നെ ചോറ് കഴിക്കാൻ പറ്റില്ല. അമ്മ ഒരു രീതിയിലാണ് ചില സമയത്തൊക്കെ തെറിവിളിയും പൂരം ഘോഷയാത്ര വെടിവെപ്പൊക്കെ നടക്കുന്നത്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല. പൊട്ട് പുല്ല് എന്തെങ്കിലും പറയാനുള്ളവരൊക്കെ പറയട്ടെ. പിന്നെ നമുക്ക് ഹൈഡിങ്ങും പരിപാടിയൊന്നുമില്ല. നീ വിളിയടാ മുത്തേ, എനിക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ തിരിച്ചു അങ്ങോട്ട് വിളിക്കുക. അപ്പൊ അതും കൂടി ഫേസ് ചെയ്യാനുള്ള കാര്യത്തിൽ അങ്ങോട്ട് ഇരുന്നാണ്. അത്രേ ഉള്ളൂ. നമുക്കല്ലാണ്ട് അങ്ങനെ ഒരു പേടിച്ച് മാറുക, അല്ലെങ്കിൽ കമന്റ് ഹൈഡ് ചെയ്യുക, എല്ലാ കമന്റും നല്ലത് മാത്രമാക്കി വെക്കുക, ഈ പോളിസി ഒന്നുമില്ല. ഉണ്ണിയെണ്ണം പറഞ്ഞു വന്നാണ്ട എൻ്റെ ഞാൻ എല്ലാം ഹൈഡ് ചെയ്യും. സകലമാന കമന്റുകൾ ഐഡ് ചെയ്യും. അങ്ങനെ ഐഡ് ചെയ്ത് അവന് വരുന്ന നെഗറ്റീവ് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ അവന്റെ ടീംമേറ്റിനെ അവനെ ഏർപ്പെടുത്തിയിരിക്കണം. അത്രയ്ക്ക് നെഗറ്റീവാണ് അവന് വന്നുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് ഒന്നും ഇല്ലേടേ, എന്തോന്നിടേ. പോട്ടെ, അതാണ് അവന്റെ അവസ്ഥ. ഇനി നമുക്ക് നേരെ അടുത്ത വിഷയത്തിലോട്ട് വരാം. പേളി തള്ളല്ല കേട്ടാ. നെഗറ്റീവ് ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അതുപോലെ എടുത്ത് നമ്പാൻ മാത്രം പൊട്ടന്മാരൊന്നുമല്ല ഞാൻ. ആകെ കൂടി 4, 3, 7 വ്യൂസുള്ള എനിക്കും വരുന്നവരുടെ നെഗറ്റീവ് പൂരത്തെറികൾ വരാറുണ്ട് ചില സമയത്ത്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല. കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്യും. ഫേസ്ബുക്ക് പോയി നോക്കണ്ടേ. അമ്മാവന്മാര് സമ്മതിക്കണം. എങ്ങനെ അമ്മാവന്മാരെ തോന്നുന്നു എന്നിങ്ങനെ പൂരത്തെറി വിളിച്ച് നിങ്ങൾക്കൊരു ഘോഷയാത്രയാക്കാൻ. ഇനി പേളിയുടെ ഒരു പേളിയെ ഇന്റർവ്യൂവിലുള്ള സംഭവം കുറച്ച് നമുക്ക് കണ്ടുനോക്കാം. Whenever I get time, I'm somebody who likes all the comments. You know? But does someone filter the bad ones or? Actually, there are no bad ones. Oh. Isn't that normal? Like seriously, which is like You're sitting with me and asking it. I believe, like, even if there is criticism, I take it in that stride. And I love criticisms, you know, that's what makes me grow. And I love feedbacks. You know, if everyone's saying we love you, I get confused. Like, I can't be that, you know, good. There are times when we have guests and they try to attack the guest. And I usually delete those comments because I want the actors to feel happy when they come on the episode. And even if they read the comments, even if they're like few criticisms for them, I usually, you know, try to avoid it. So that's one thing. meaning you are like your team? I don't have a team like that. I usually handle everything on my own. Wow. I love to do that, you know. So the initial 1 hour, I say it's the most important period when you're reading the comments, because if there is a pattern, you'll see a pattern. You can actually set that pattern during the first 1 hour. Like we set that pattern in the first, we started laughing. Now that might be the pattern for the rest of the Why day. don't we just change this into a masterclass about handling YouTube? That's right. That's right. Pearly, come on. So if you encourage like negative comments and if you start replying to them, and people will say, oh, she's replying to the negatives, so let's get more attention. So I give attention to the good comments and I try to encourage them, say thanks, and that becomes the pattern. So basically it's just what you focus on will grow. For sure going to be viral. Yeah, when I'm doing the interview, I know Yes. this might become viral in my brain, for me it's but not. I don't look for a viral moment. I just look for a viral interview. I don't try to create a viral moment, but that moment is definitely going to help. But sometimes the entire interview might That's just because of the become- reels that you put, Yeah. which actually pull people to watch the whole interview. I have editors, I have a team. Yeah, and they're clued in, like as in they know what. See, I used to edit all my videos. I edited in Adobe Premiere Pro and I used to sit and edit. But then when my second baby happened, like it was a little too much for me, then I stopped editing. But every YouTube channel has an editing pattern. So this is like, I'm going to spill some tea. So the switching is so important. When an interview is happening, imagine I'm saying something to Vishal and he's giving an expression which I'm not switching to, the audience will not get that. Audience are usually not watching an interview for information. They are watching it for entertainment. They are just watching it to relax. Maybe they just had a hectic day. Maybe they don't even care about our interview. They're just watching. So sometimes they're not even, they don't have the energy to even think or how to respond to the answers. So the anchor is usually the one who's translating the emotions. She's the bridge or he's the bridge between the audience and the actor.
So if I'm smiling, audience are automatic. Oh, so the answer is probably good. That's Like why the she's judges smiling. വല്ലതും മനസ്സിലായ? പണ്ട് പഠിക്കാൻ വിട്ടപ്പോൾ ക്ലാസ്സിൽ നേരെ പോയിരുന്നെങ്കിൽ ഇതെല്ലാം മനസ്സിലായനെ. എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലേ? ഇതെല്ലാം തള്ളാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല, തള്ളോട് തള്ളു, മയത്തിൽ തള്ളു, പേളിച്ചേച്ചി. അപ്പൊ ഇതൊക്കെയാണ് വിഷയങ്ങൾ, വേറെ ഒന്നുമില്ല. നമുക്ക് നെഗറ്റീവ് ഒന്നും വരില്ല, നമ്മൾ സ്റ്റാർഡമാണ്, നമുക്കിങ്ങനെ നെഗറ്റീവ് ഒന്നുമില്ല. എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് വാരി കോരി ചുരിഞ്ഞൊഴുകുകയാണ്. ഈ നെഗറ്റീവ് ഇവർ കമന്റ് ബോക്സിൽ റിമൂവ് ചെയ്യുന്നത് എന്തിനെന്നറിയാമോ? വേറൊരാൾ എടുത്ത് നോക്കുന്ന സമയത്ത് എല്ലാവരും സപ്പോർട്ടാണ് കേട്ടോ, എല്ലാവരും നല്ല സപ്പോർട്ടാണ്, പോസിറ്റീവാണ് എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പൊറാട്ട നാടകം. പക്ഷെ നമുക്കങ്ങനെയൊന്നുമില്ല. തെറി വിളിക്കുന്നവർ വിളിക്കും, ചെളിവാരി അടിക്കുന്നവരടിക്കും. പിന്നെ ചിലവരൊക്കെ വന്നിട്ട് ഇടയ്ക്ക് എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാറുണ്ട്, നീ എന്തിനാണ് എൻ്റെ കമന്റ് ഡിലീറ്റ് ചെയ്തതെന്ന്. ഞാൻ ഒരു കോപ്പും ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇനി നീയൊക്കെ പൂരെ തെറി വിളിച്ചിട്ട് യൂട്യൂബ് ഈ പറയുന്ന പോലെ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് ഇതൊക്കെ ഫിൽട്ടർ ചെയ്യും. അത് യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട്, ഞാൻ അതൊന്നും ഓണാക്കി പോലും ഇട്ടിട്ടില്ല. ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിനെ പിടിക്കാതെ വരുമ്പോഴാണ് ചിലതൊക്കെ യൂട്യൂബ് ഫിൽട്ടർ ചെയ്ത് വിടുന്നത്. അല്ലാണ്ട് ഞാൻ ഒരു തേങ്ങയും ചെയ്യത്തില്ല. ഞാൻ ഇങ്ങനെ എനിക്ക് വരുന്ന കമന്റ്സ് എല്ലാം അവിടെ കൂട്ടിയിട്ടിരിക്കും. തെറി വിളിക്കുന്നവർ വിളിക്കും, അല്ലാത്തവരും ഇല്ല. ഫേസ്ബുക്കിൽ നോക്കിയോ, യൂട്യൂബ് ഫിൽട്ടർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ ഫേസ്ബുക്കിൽ നിങ്ങൾ നോക്കിയോ, അവിടെ പൂര തെറി വിളിയുടെ ഒരു ഘോഷയാത്ര തന്നെ നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ അതിലൊന്നും പങ്കെടുക്കില്ല. അവർ വിളിക്കും, പോവും. നമ്മൾ ദൂരെ ഒന്ന് നോക്കും. ചില സമയത്ത് അണ്ണാ പിന്നെ പേഴ്സണലി ഒന്ന് വിളിക്കുന്നവർക്ക് തായും പൂവും വെച്ച് തിരിച്ചും വിളിക്കും. നമ്മൾ അവിടെ ഒരു കോംപ്രമൈസ് ടോക്കാം, അത്രേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നമില്ല. ഉണ്ണിയണ്ണം പറ, ഉണ്ണിയണ്ണനൊക്കെ നട്ടലോടെ ചങ്കർപ്പോടെ ഒന്ന് സംസാരിക്കണ, ഒന്ന് ഒരു ആർജവും വരട്ടെ. സോഷ്യൽ മീഡിയ യുഗമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മൊബൈൽ ഫോൺ അടക്കമുള്ള സ്മാർട്ട് ഗാഡ്ജറ്റുകളെല്ലാം കൊച്ചുകുട്ടികളുടെ കയ്യിൽ വരെ വളരെ ഈസി ആയിട്ട് വേണ്ടുന്ന, ഈവൻ അവരുടെ എഡ്യൂക്കേഷൻ വരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിപൂർണ്ണമായി മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അത് ചെയ്യുന്ന അതിനുവേണ്ടി നിരന്തരമായി ശ്രമിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. യൂട്യൂബിലേക്ക്, ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സും പരിപാടി എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും കുട്ടികൾ വരുന്ന കണ്ടന്റ് കൂടി വരുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു കുഞ്ഞുണ്ടാവുക, ഗർഭിണിയാവുക എന്നുള്ളത്, അതിനുശേഷം പ്രസവം, കുഞ്ഞിന്റെ ആദ്യ കുഞ്ഞുനാളിലുള്ള കുറേ കാര്യങ്ങൾ, അവരുടെ കുറേ കുസൃതി കുറുമ്പ് പരിപാടികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വീഡിയോസായി ചെയ്തിടുക എന്ന് പറയുന്നത്, അതിനിവിടെ ഒരു വലിയ ഓഡിയൻസ് ബേസ് ഉണ്ട്. സ്വാഭാവികമായും ഇത്രയും വലിയ ഓഡിയൻസ് ബേസ് ഉള്ളതുകൊണ്ട് വലിയൊരു റവന്യൂ തന്നെ അവിടുന്ന് ജനറേറ്റ് ആയി വരും. റവന്യൂ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ ഒരു കണ്ടന്റ് ചെയ്യാൻ ഇവിടെ കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവുകയാണ്. ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവുകയും ഇവർ ജനനം മുതൽ ഒരു കുഞ്ഞിനെ പബ്ലിക്കിന്റെ മുമ്പിൽ വളർത്തുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം, ഇപ്പോൾ പേളിയും ശ്രീനിഷിനെ സംബന്ധിച്ച് അവർ സോഷ്യൽ മീഡിയയുടെ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിന് മാനസികമായി അടക്കം പ്രിപ്പയർഡ് ആയിട്ടുള്ള അഡൽസ് ആണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ പേളിയുടെയും ശ്രീനിഷിന്റെയും കുഞ്ഞുങ്ങൾ സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ എടുത്ത് നോക്കുന്നുണ്ടാവില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അവർ സോഷ്യൽ മീഡിയ കമന്റുകളൊക്കെ കാണുകയും ഈ പറയുന്ന സോഷ്യൽ മീഡിയ മറ്റു പ്ലാറ്റ്ഫോമുകളും അവിടെ വരുന്ന ട്രോളും മീമും പരിപാടികളും ഒക്കെ കാണാൻ തുടങ്ങുന്ന ഒരു സമയത്തിലേക്ക് എത്തും. നമ്മുടെ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ഈ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് കൊച്ചുകുട്ടികളുടെ വളരെ വൾണറബിൾ ആയിട്ടുള്ള, വളരെ ഇന്റൻസ് ആയിട്ടുള്ള അവരുടെ നിമിഷങ്ങളെ, അവരുടെ ഇമോഷൻസിനെ നിങ്ങൾ ക്യാപ്ചർ ചെയ്ത് വ്യൂസിനും ലൈക്സിനും വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുത് എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വീട് അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്നൊക്കെ പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് അത് ഏറ്റവും അധികം ട്രസ്റ്റ് ചെയ്യുന്ന, അതിൻ്റെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ അടുത്ത് എന്തൊക്കെ എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞാലും അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് അവർ വളരെ വൾണറബിൾ ആവുന്നത്. അവരുടെ എല്ലാ ഇമോഷൻസും അതിൻ്റെ എല്ലാ റേഞ്ചിലും അച്ഛനമ്മമാരുടെ അടുത്ത് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യം നമുക്ക് അവിടെയുണ്ട്, ആ പ്രൈവസി നമുക്ക് അവിടെയുണ്ട്. പക്ഷേ ഇത് അവരുടെ അനുവാദം ഇല്ലാതെ, അവർക്ക് ആ സമയത്ത് അവർ അനുവാദം തരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ചോക്ലേറ്റ് കൊടുത്താൽ ചിലപ്പോൾ അനുവാദം തരുമായിരിക്കും. അച്ഛനും അമ്മയും സാരമില്ലട മോനെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അന്ന് അനുവാദം തരുമായിരിക്കും. പക്ഷേ അങ്ങനെ ക്യാപ്ചർ ചെയ്യപ്പെടുന്ന മൊമെന്റ്സ് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിയുമ്പോൾ നാളെ ആ സോഷ്യൽ മീഡിയയിൽ പിന്നീട് അതിനെക്കുറിച്ച് വരാൻ പോകുന്ന ഡിസ്കഷൻസോ കമന്റ്സോ ചിലപ്പോൾ ആ കുഞ്ഞ് അപ്പോഴായിരിക്കില്ല, കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതുമായി ചേർത്ത് വരാൻ സാധ്യതയുള്ള ഒരുപക്ഷെ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് വരെ ഫേസ് ചെയ്യാൻ തയ്യാറാവണമെന്നില്ല. നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ ഓഡിയൻസ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് അവർ ഇമോഷണലി മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകളല്ല. ഇപ്പോൾ പേളിമാണി അവരുടെ കുഞ്ഞുങ്ങളെ കാണിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞിട്ടേ ആ കുഞ്ഞുങ്ങളിൽ പേളിമാണിക്കും ശ്രീനിഷിനും പോലും അവകാശമുള്ളൂ, അവർ ഞങ്ങളുടെ ആണ് എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം. ഓക്കെ, മണ്ടനാണെങ്കിലും ചില സമയത്തൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കൊള്ളാണ്ട്. ഇത് പോയിന്റാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവന് ഈ സിനിമ റിവ്യൂ ചെയ്യുമ്പോഴേ ഇവനെ മടൽ വെട്ടി അടിക്കാൻ തോന്നും. സത്യം ഉള്ള കാര്യം പറയും. പിന്നെ ഇവന്റെ ഈ നന്മമരം ടോക്ക് രീതിയും എനിക്ക് അങ്ങോട്ട് പിടിക്കില്ല. എനിക്ക് ചൊറിഞ്ഞു വരുന്നത്. എനിക്ക് മറ്റേ വേളിയുടെ ഇന്റർവ്യൂ പിടിക്കുന്നില്ലെങ്കിൽ എനിക്ക് നിന്റെ സംസാരമാണ് പിടിക്കാത്തത്. നിന്റെ ഈ കുണ രീതി കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് പെരുത്ത് ചൊറിഞ്ഞു കയറി വരും. പറയണമല്ലോ നമ്മൾ പറയുമ്പോൾ എല്ലാം. ഇനി ഇവന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് വേളി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, എന്തിനാ നിങ്ങൾക്കൊക്കെ മലയാളം അറിയില്ലേ, പിന്നെ എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ എല്ലാം ഇടുന്നത്, മനുഷ്യന്മാർക്ക് ഇതൊക്കെ വായിക്കാൻ പറ്റണ്ടേ, എന്തുവാ ഇത്, എന്തെല്ലാം നോക്കാം. ഉണ്ണി സെൻഡിങ് യു ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ഹീലിംഗ്. ഓക്കെ, ആയിക്കോട്ടെ. ഹോപ്പ് യു ഫൈൻഡ് പീസ് വിത്തിൻ യുവർ സെൽഫ്. ഹോപ്പ് യു സീ ദ ഗുഡ്നെസ് ഇൻ അതേഴ്സ് ആൻഡ് ഹോപ്പ് യു ഡോണ്ട് ഹാവ് ടു മേക്ക് എ ലിവിംഗ് ഔട്ട് ഓഫ് ഹർട്ടിംഗ് അനദർ ഹ്യൂമൻ ബീങ്, എസ്പെഷ്യലി വുമൺ. You who are literally boss ladies, is it making you feel insecure? Cause I have never seen you unless top male actors or creators. Anyway, take care.
I am okay with this, but I am not sure if someone like Diya, who is a new mom, would be okay with it. Things like this could trigger postpartum depression, and you don't want to be the reason why someone feels that way. Be kind. You always have a choice, always. എന്തോ കുത്തി പറഞ്ഞതുപോലൊരു ഫീലിംഗ്. പേളി ചേച്ചി എന്തായാലും കാര്യമായിട്ട് കുറെ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി മലയാളത്തിൽ ഇട്ടുകൂടായിരുന്നു, ഇതിപ്പം തന്നില്ലേ, എനിക്ക് വായിക്കാൻ അറിയാവോ, എഴുതാറൊന്നുകൂടെ, ആ ഒത്തയായിപ്പ്. എന്തായാലും മലയാളത്തിലൊക്കെ വേണം ഇനി മേലാൽ കമന്റുകളൊക്കെ ഇടാൻ. എന്തായാലും ചേച്ചി എന്തോ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അർത്ഥം അറിയാന്നുള്ളത് നിങ്ങൾ തന്നെ വായിച്ചെടുത്തോ. എനിക്കിനിയിപ്പോൾ ഇതിനെ വിശദീകരിച്ച് പറയാനൊന്നും നമുക്ക് അതിനുള്ള അറിവൊന്നുമില്ലേ. പോട്ട്, അത് വിട്. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ. എന്തോന്നടേ ഉണ്ണിക്കുട്ടാ നീ, നിനക്ക് അവരുടെ ഇന്റർവ്യൂ പിടിക്കണില്ല, ഓക്കെ, നിന്റെ അഭിപ്രായം. എനിക്ക് നിന്റെ വീഡിയോ പിടിക്കുന്നില്ല, എന്റെ അഭിപ്രായം. വെട്ടിപ്പോയി. എങ്ങനെയുണ്ട്? അപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കഴമ്പുണ്ട്, പക്ഷെ കുറെ പൊട്ടത്തനങ്ങളുണ്ട്. പിന്നെ പേളി പറഞ്ഞിട്ടുള്ള നല്ല ഫേക്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് നെഗറ്റീവ് കമന്റ് വരാറില്ലേ, എനിക്ക് നെഗറ്റീവ് വന്ന ചരിത്രമേ ഇല്ല. ഫേക്കാ, ഉറപ്പായിട്ട് വരും, 100% ഞാൻ ഉറപ്പ് പറയുന്നു. നെഗറ്റീവ് വരും, ഫിൽട്ടർ ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ തന്നെ പേളിയെ കുറിച്ചിട്ട് വേറെ ആരെങ്കിലും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അടിയിലുള്ള കമന്റ്സ് ഒന്ന് നോക്കിയാൽ മതി. കാരണം നമ്മൾ ഡിലീറ്റ് ചെയ്യില്ല. അപ്പൊ അതിന്റെ അടിയിൽ പേളിയെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് ഇതെല്ലാം ഇങ്ങ് വരും. പോരട്ടെ, അതാണ് സംഭവം. അതുകൊണ്ട് ഇതൊന്നും മാറ്റർ ചെയ്യാൻ കാര്യമൊന്നുമില്ല. ഉണ്ണി പോയി കിടന്ന് ഉറങ്ങടേ. അടുത്തിന് ഏതെങ്കിലും പടം കണ്ടിട്ട് കൊള്ളാന്നുള്ള പടത്തിനെ കൊള്ളൂലെന്നും പറഞ്ഞ്, കൊള്ളാത്ത പടത്തിനെ കൊള്ളാമെന്നും പറഞ്ഞും കൊണ്ട് ഇരി. ഞാൻ പറഞ്ഞ ശരി തന്നെയല്ലോ. കൊള്ളൂലാത്ത പടത്തിനെ കൊള്ളാന്ന് പറയും, കൊള്ളാന്നുള്ള പടത്തിനെ കൊള്ളൂലെന്ന് പറയും. ഇതാണ് അവന്റെ സ്ഥിരം പരിപാടി. നന്നായി കൂടെയുടെ എന്താടോ ഉണ്ണിയെ നന്നാവാത്തേ,